ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടി, കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട്, അതേ കർത്താവിന്റെ ഒരു വേലക്കാരനായിട്ട് ജീവിക്കുക. എന്തുകൊണ്ട്? എനിക്ക് സ്വർണ്ണപ്പണിയുണ്ട്, എന്റെ ഭവനത്തിൽ എന്റെ അനിയന്മാർ ജോലി ചെയ്യുന്നുണ്ട്, അവരോട് കൂടെ പോയിരുന്ന് ജോലി ചെയ്യാം. പക്ഷേ അതിനേക്കാൾ വലുതായി ഞാൻ കാണുന്നത് എന്റെ കർത്താവിന്റെ വേലയാണ്. കാരണം ഇത് ഹല്ലേലൂയ, ഇതിന് പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്ന പ്രതിഫലമാണ്. കാരണം ഇത് ജീവന്റെ പ്രവൃത്തിയാണ്. മരിച്ച് മൺമറഞ്ഞ് നാശത്തിൽ പോകേണ്ട രാധാകൃഷ്ണനെ ജീവങ്കിലേക്ക് നടത്തിയ അതേ ജീവന്റെ വചനമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് പ്രസംഗിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവി. അത് ദൈവത്തിൻ്റെതായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി പ്രസന്റ് ഗോസ്പൽ മിഷനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുമായി, എന്റെ കുടുംബത്തിൽ, എന്റെ ദേശത്ത് തന്നെ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഭൂതഗ്രസ്തനെ പോലെ മറ്റുള്ളവർക്ക് ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ജീവിച്ച രാധാകൃഷ്ണൻ ഇന്ന് അവരുടേതായ നടുവിൽ അതേ സ്വബോധത്തോടുകൂടെ അതേ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. ഇങ്ങനെ മാറ്റം വരുത്തുവാൻ കഴിയുന്നത് ആരുണ്ട് ഇവിടെ ഈ ലോകത്ത്? ഏത് തത്വശാസ്ത്രത്തിന് അത് കഴിയും? അത് ഏത് ഭരണകർത്താക്കന്മാർക്ക് അത് കഴിയും? ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങൾക്കോ ഭരണകർത്താക്കന്മാർക്ക് ഇതൊന്നും കഴിയാതിരിക്കുമ്പോൾ നാസറേനായ യേശുവിന്റെ മാർഗം അത് ജീവന്റെ മാർഗമാണ്. അത് ഏത് നീറുന്ന വിഷയത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തിയെയും രക്ഷിക്കുന്ന മാർഗമാണ്. അത് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എത്ര പരാജയമായിക്കോട്ടെ, എത്ര തകർന്നതായിക്കോട്ടെ, പാപത്തിൽ നീ ഒന്നാമനായി തീർന്നോട്ടെ, ലോകത്തിൽ ആരും നിന്നെ സ്നേഹിക്കാതിരുന്നോട്ടെ, ലോകത്തിൽ ഒരു വ്യക്തിയും നിന്നെ കരുതാതിരുന്നോട്ടെ, പക്ഷെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്റെ യേശുവിന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ? അതെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുമെന്ന ലോകത്തെ സ്നേഹിച്ച ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ഈ എന്റെ മാതാപിതാക്കളുടെ സ്നേഹമല്ല, എന്റെ കൂട്ടുകാരുടെ സ്നേഹമല്ല. എന്റെ കൂട്ടുകാരൊക്കെ എന്നോട് കൂടെ മദ്യപിച്ചും പല കാര്യം നടന്ന കൂട്ടുകാര് ആപത്തിനകപ്പെട്ടപ്പോൾ ഒരു കാർഡ് പോലും അയച്ചില്ല രാധാകൃഷ്ണൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി അയച്ചു തന്നുകൊണ്ട് എനിക്ക് വലിയൊരു രക്ഷ ഒരുക്കി തന്നു. പ്രിയമുള്ളവരെ, ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇന്ന് രാധാകൃഷ്ണനിലൂടെ നിങ്ങൾ കേൾക്കാനിടയാത്തതിന്റെ പിന്നിലുള്ള കാരണമൊന്നും ഞാൻ പറയട്ടെ. ഈ ലോകത്തിൽ നല്ലവരെ തേടി മാത്രമേ സമൂഹത്തിൽ ആൾക്കാർ വന്നിട്ടുള്ളൂ. പക്ഷെ പാപികളെ തേടി വന്നത് യേശു മാത്രമാണ്. നന്മ ചെയ്യുന്നവരെ താങ്ങാനും നന്മ ചെയ്യുന്ന ഉയർത്തുവാനും അനേക വ്യക്തികൾ ലോകത്തിലുണ്ട്. പക്ഷേ തിന്മയിൽ ആധിപത്യത്തിൽ അകപ്പെട്ടുപോയ, പിശാചിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ മാറ്റുവാനായിട്ട് ഒരു വ്യക്തിയും യേശുവല്ലാതെ വേറൊരു വ്യക്തിയും വന്നിട്ടില്ല. കാരണം യേശു നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ്. യേശുവിനറിയാം. യേശു ഒരിക്കൽ പറഞ്ഞു, മനുഷ്യനുള്ളതിന് സ്വതവേ എന്തെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് എനിക്കൊരു ആരുടെയും സാക്ഷ്യം വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ലാസ്റ്റ് 22-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, മനുഷ്യനുള്ളത് സ്വതവേ എന്തെന്ന് യേശുവിനറിയാം. കാരണം യേശുവാണ് സൃഷ്ടിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവൻ, യേശുവാണ്. ആകയാൽ എന്റെ ജീവിതത്തെ മാറ്റിയ ഈ യേശുവിന് എന്നെ കേൾക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും തകർന്നിരിക്കുന്ന ഒരു ജീവിതത്തിനുടമയാണോ, നിരാശനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, ആത്മഹത്യയെക്കുറിച്ച് നീ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ആത്മഹത്യ നിന്റെ ജീവിതത്തിലെ പരിഹാരമല്ല. ഈ ജീവിതത്തിന്റെ അവസ്ഥയിൽ നീ ആത്മഹത്യയിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് നിന്റെ പ്രശ്നം തീരുന്നില്ല, നിന്റെ പ്രശ്നം ആരംഭിക്കുന്നുള്ളൂ. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവന് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ക്രിസ്തുവിലേക്ക് നീ ഒന്ന് മനസ്സ് നൽകുന്നുവെങ്കിൽ, ഒരു കാലത്ത് രാധാകൃഷ്ണൻ ചെയ്തത് ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന രാധാകൃഷ്ണൻ ചിന്തിച്ചതെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ലോകരക്ഷിതാവാണ് യേശു ക്രിസ്തു. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും
അവിടെ ജാതി, വർഗ, വർണ്ണ, ലിംഗ വ്യത്യാസമില്ലാതെ ഏത് വ്യക്തിയും യേശുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ യേശുവിലൂടെയുള്ള രക്ഷ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ആ വ്യക്തി സമൂഹത്തിൽ എത്ര താഴ്ന്നവനായിരുന്നാലും ആ വ്യക്തിയെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ കഴിവുള്ളവനാണ് യേശു. കാരണം എന്നെ പോലെ തകർന്നൊരു വ്യക്തി ആയിരിക്കത്തില്ല നിങ്ങൾ. എന്നെപ്പോലെ തകർന്നൊരു വ്യക്തി ആയിരിക്കത്തില്ല നിങ്ങൾ. എന്റെ ജീവിതത്തിൽ എല്ലാം തകർന്നവനാ, ആത്മഹത്യക്ക് വേണ്ടി അവസരം അന്വേഷിച്ച് നടന്നവനാ. പക്ഷെ അവിടെ നിന്നാണ് എന്റെ യേശു എന്നെ ഉയർത്തിയത്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അത് സ്വർഗീയ സന്തോഷമാണ്. ഇന്ന് എന്നെ ആരും കണ്ടില്ലെങ്കിലും ആരും എന്നെ നോക്കിയാലും എനിക്കൊരു ഭാരമില്ല. കാരണം എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ നടത്തുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അവന്റെ പേർ ഇമ്മാനുവേൽ എന്നാണ്. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. ആ യേശു നിങ്ങളോട് കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ പിതാവ്, പ്രിയ മാതാവ്, ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഒന്ന് കൊടുക്കാൻ തയ്യാറായ. എനിക്കറിയാം, ഞങ്ങൾ ഇന്ന് ജയിലുകളിൽ സുവിശേഷമായി കടന്നു ചെല്ലുമ്പോൾ അനേക മാതാപിതാക്കന്മാർ അതിന്റെ മുമ്പിൽ മക്കളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിലവിളിയോടെ കണ്ണീരോടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ അങ്ങനെ നിന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ തേടി നിങ്ങൾ ആ ജയിലിന്റെ വരാന്തയിലേക്ക് അല്ലെങ്കിൽ ആ ജയിലിന്റെ കോമ്പൗണ്ടിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ മദ്യത്തിനോ മയക്കിനോ അടിമയായി തീർന്നിട്ട് അതേ സമൂഹത്തിൽ ഒരു ക്രൂരനായി മാറാതെ, ഒരു കുറ്റവാളിയെ മാറാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ തലമുറ ഒരു നല്ല അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, മറ്റൊരു മാർഗവുമില്ല. അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുവിലൂടെയുള്ള വിശ്വാസത്താൽ ഏത് വ്യക്തിയെയും സമൂഹത്തിന് കൊള്ളാകുന്ന വെളിച്ചമാക്കി നിലനിർത്തുവാൻ കഴിയുന്നൊരു ദൈവമാണ് കർത്താവ്. ആ കർത്താവിന്റെ സ്നേഹം വളരെ വലുതാണ്. ആ സ്നേഹത്തെ പോലൊരു സ്നേഹം ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് സ്നേഹ സന്ദേശവുമായി എന്നുള്ള മീറ്റിംഗുകൾ പ്രിസൺ മുഖോത്സവത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ പട്ടണത്തിൽ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്ന എല്ലായിടത്തും ഞങ്ങൾ നടത്തുന്നത്. കാരണം മദ്യത്തിനും മയക്കിനും അടിമകളായി പട്ടണത്തിന്റെ മുക്കിലും മൂലയിലുമായിട്ട് കഴിയുന്ന അനേക വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് മറ്റൊന്നുമില്ല, യേശുവിന്റെ സുവിശേഷത്തിന് മാത്രം. കാരണം സുവിശേഷം വ്യക്തികൾക്ക് സന്തോഷം നൽകുന്നതാണ്, വ്യക്തികളെ സന്തോഷിപ്പിക്കുന്നതാണ് ആ സുവിശേഷം. മാത്രമല്ല കുടുംബത്തിൽ സന്തോഷം പകരുന്നതാണ് സുവിശേഷം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നു, അടികൊണ്ടു. അവരെ ബന്ധിച്ചതായ കാരാഗ്രഹ പ്രമാണി ഒരു ദിവസം ചോദിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ, യജമാനന്മാരെ ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? അവിടെ പറയുന്നു, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടക്കം ആനന്ദിച്ചു. ലോകത്തിൽ ഉന്നത പദവി നിങ്ങൾക്ക് കണ്ടേക്കാം, വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം നിങ്ങൾ, പക്ഷെ കുടുംബത്തിൽ സന്തോഷമുണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, സുവിശേഷത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്ങനെ ഉണ്ടായി? ശമരിയ പട്ടണത്തിൽ ഭൂതഗ്രസ്തന്മാരായവരും രോഗികളായവരും മുടന്തന്മാരെ, അങ്ങനെ അനേക ശാപകരമായ അനുഭവം. നമുക്കറിയാം, നമ്മുടെ പട്ടണത്തിലെ ഹോസ്പിറ്റലുകൾ കടന്നു ചെന്നാൽ നാം കാണുന്നത് എന്താണ്? വളരെ വേദനാജനകമായ അന്തരീക്ഷമാണ്. അതുപോലെ ശമരിയിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സമൂഹത്തിന്റെ നടുവിൽ യേശുവിനെ കുറിച്ച് സുവിശേഷമായി ഫിലിപ്പോസ് കടന്നുപോയി, സുവിശേഷം പ്രസംഗിച്ചു, യേശുവിൽ വിശ്വസിച്ചു. വലിയ മാറ്റം അവിടെ ഉണ്ടായി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഈ സുവിശേഷം വ്യക്തിയെ സന്തോഷിപ്പിക്കുന്നു, കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നു, പട്ടണത്തെ സന്തോഷിപ്പിക്കുന്നു. സമൂഹത്തിൽ നിന്നുള്ള സകല തിന്മകളെയും മാറ്റുവാൻ മറ്റൊരു മരുന്നും ലോകത്തിലില്ല സുവിശേഷമല്ലാതെ. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും കർത്താവിന് വേണ്ടി ജീവിതം നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അതേ സമൂഹത്തിലുള്ളതായ ഈ അവസ്ഥയും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും.